ഹലോ മൈ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ട് ഈ പറഞ്ഞോണം തന്നെ തേങ്ങ ചേർക്കാതെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ ഇല്ലെന്ന് ഓർത്ത് ചീര കിട്ടുമ്പോൾ ഇവിടെ തേങ്ങ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, തേങ്ങ ചേർക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഉള്ളിയും മുളകും ചതച്ചെടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. കടുകൊന്നും ഇട്ടിട്ടില്ല. ഇത്തിരി മഞ്ഞളും കൂടി ഇട്ട്, ഉപ്പ് ഓൾറെഡി അതിനകത്ത് ചേർക്കണേ എന്നാന്ന് വെച്ചാൽ ചീരയുടെ മുകളിൽ കൊണ്ട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ ഉപ്പൊന്ന് അലിഞ്ഞു വരാനോ അല്ലെങ്കിൽ ഇളകി കൂടി വരാനും നല്ല പാടാണ്. അപ്പം ഞാൻ അതിനെ എല്ലാം ഇളക്കി കൂട്ടി വെച്ചിട്ട്, നല്ല ചീരയാട്ടോ, നല്ല ഫ്രഷ് ചീരയായിരുന്നു, മേടിച്ചതാണ്. അപ്പോൾ അതിനൊന്ന് അടച്ചു വെച്ചു. അത് അടഞ്ഞിരുന്ന് അങ്ങനെ വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു പണി ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഉണക്കച്ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അതിനകത്ത് ചമ്മന്തി അരയ്ക്കാം. ചമ്മന്തി അരയ്ക്കണേലും തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ. ഉണക്കച്ചെമ്മീൻ നന്നായി കഴുകി അതിൻ്റെ തലയെല്ലാം കളഞ്ഞിട്ട് ചെറിയ തീയിൽ സിമ്മിലിട്ടിട്ട് ഞാൻ ആ ഫ്രൈ പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് മെല്ലെ മെല്ലെ മൂത്തോളും. ചീര അപ്പോഴത്തേക്കും ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുത്തു. ചീര ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി വെന്തോട്ടെ. ഇവിടെ നല്ലോണം വേവണതാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് ഞാൻ വേറെ ചാറുകറി ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ഓരോ ചൂട്ടാൻ ഇരിപ്പുണ്ട്, അതാർക്കും വേണമെന്നില്ല. അപ്പോൾ ഇത് ഞാൻ അത്രയും ചെമ്മീൻ കൊണ്ട് ചമ്മന്തി അരച്ചു. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ മറന്നുപോയി. വാളംപുളി ചേർത്തിട്ടുണ്ട്, മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്. ചെമ്മീൻ്റെ ചമ്മന്തിക്കാണ് കേട്ടോ. ഒരു കുഞ്ഞ് ചുമന്നുള്ളി, ഒരു കരിവേപ്പില. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.